നമസ്കാരം പ്രിയപ്പെട്ടവരെ. പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ അടുത്തിടെ നടന്ന ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ ഭീകരാക്രമണം നടന്നത് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നാണ്. ഈ ആക്രമണത്തിൽ ഏകദേശം 13 മുതൽ 16 വരെ പാക് സൈനികർ കൊല്ലപ്പെട്ടു. 23 മുതൽ 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വ്യക്തമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല. സ്ഫോടകവസ്തുക്കൾ നിറച്ച ഒരു വാഹനം സൈനികരുടെ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറിയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാന്റെ ഒരു വിഭാഗം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിനു പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ സർക്കാർ ആരോപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇന്ത്യൻ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്ന പാകിസ്ഥാന്റെ ആരോപണത്തെ ഇന്ത്യ ശക്തമായി നിഷേധിച്ചു. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണത്തെ അവഗണന അർഹിക്കുന്ന പ്രസ്താവന എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സംഭവത്തിനു പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തി. കശ്മീർ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പാകിസ്ഥാൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കായ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം മുനീർ നടത്തിയ ഈ പ്രസ്താവനകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇത് 3ാമത്തെ ഫീൽഡ് മാർഷലാണ്. മുമ്പുള്ള എല്ലാ ഫീൽഡ് മാർഷൽമാരും ഇന്ത്യക്കെതിരെ സൈനിക നീക്കങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന വസ്തുത ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. അസിം മുനീർ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യ തീവ്രവാദമെന്ന് വിശേഷിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം നിയമപരമായ ഒരു പോരാട്ടമാണ്. കശ്മീർ പ്രശ്നത്തിന് നീതിയുക്തവും സമാധാനപരവുമായ പരിഹാരം കാണാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കശ്മീരിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തിനായുള്ള പോരാട്ടത്തെ പാകിസ്ഥാൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികളിലൂടെ ഇന്ത്യ തകർത്തെറിഞ്ഞ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ആശങ്കാജനകമാണ്. പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയ്ക്ക് വ്യക്തമായ ഒരു നയം ആവശ്യമാണെന്ന വാദം ഇപ്പോൾ ശക്തമാവുകയാണ്. സാമ്പത്തികമായി ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിലാണെങ്കിലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഇപ്പോഴും വലിയ ഭീഷണിയാണ്. തീവ്രവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഇന്ത്യയ്ക്ക് യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ഇസ്രായേൽ ലെബനനിൽ നടപ്പാക്കിയ മോഡൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയും നടപ്പാക്കണം എന്ന നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്. ലെബനൻ മോഡൽ എന്നാൽ സൈനികമായി അപ്രമാദിത്വം നേടുകയും പാകിസ്ഥാനിലെ ഹാഫിസ് സയീദ്, ജെയ്ഷ് ഇ മുഹമ്മദ് മേധാവി തുടങ്ങിയ എല്ലാ തീവ്രവാദികളെയും ഇല്ലാതാക്കുക എന്നതുമാണ്. ഇതിനായി ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് ഭാവിയിൽ $200 ബില്യൺ മുകളിലേക്കെത്തണമെന്നും അഭിപ്രായങ്ങളുണ്ട്. ശക്തമായ ഒരു സമ്പദ്വ്യവസ്ഥയുടെ പിൻബലത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഭാവിയിൽ ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ നിലപാട് കൂടുതൽ ശക്തിപ്പെടുമ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്ന അന്താരാഷ്ട്ര സഹായം തടയാൻ ഇന്ത്യക്ക് സാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ നിരീക്ഷിക്കുകയും വ്യോമസേനയുടെ സഹായത്തോടെ അവയെ തകർക്കുകയും ചെയ്യുക എന്നതാണ് പാകിസ്ഥാൻ പ്രശ്നത്തിനുള്ള യഥാർത്ഥ പരിഹാരം. പാകിസ്ഥാന്റെ സൈനിക ശക്തിയെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ച തടയാൻ ശ്രമിക്കുന്നുണ്ടാകാം. എങ്കിലും വരും വർഷങ്ങളിൽ ലെബനൻ മോഡൽ എന്ന വാക്ക് പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ പുതിയ അപ്ഡേറ്റുകളുമായി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.